നമുക്കിന്ന് ഈ ഒരു നെക്ക് ഡിസൈൻ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ റൗണ്ട് നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു പീസിൽ ഇതുപോലെ ഡിസൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തുകൂടെ നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടോ ഇതുപോലെ മടക്കി മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു നാട സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് തുണിയുടെ നല്ല വശത്ത് വെച്ചതിന് ശേഷം കണ്ടോ ആ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ചിൽ തട്ടാതെ സൈഡിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കട്ടിങ്ങും ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എങ്കിലേ നമ്മൾ തുണി നിവർത്തുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിങ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു കട്ടിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയുടെ നല്ല വശം എടുക്കാം. നല്ല വശം എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ആക്കിയതിന് ശേഷം നഖം കൊണ്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. ആ റിബൺ നമുക്ക് കെട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണേ. താങ്ക്